ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇച്ചുമോളുടെ ഫുഡിൽ അതുപോലെ തന്നെ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ മാറ്റം വരുത്തി എന്നുള്ളതാണ്. ഇച്ചുമോൾക്ക് ഇപ്പോൾ കഫത്തിനൊക്കെ നല്ല കുറവുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ ആയുർവേദ ഡോക്ടറെ കാണിക്കാൻ പോയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫുഡിലൊക്കെ മാറ്റം വരുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ഇച്ചുവിൻ്റെ ഫുഡിൽ വരുത്തിയ മാറ്റങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും. ഇച്ചുക്ക് മെയിൻലി ഇപ്പം നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുന്നത് കുറച്ചിട്ട് പിന്നെ ശർക്കര ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ കഫത്തിന് ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പാല് ലാക്ടജൻ ഒഴിവാക്കി പകരം നമ്മൾ പശുവിൻ്റെ പാല് നേർപ്പിച്ചിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചുക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ചുക്ക് ഉണ്ടാക്കാൻ പോകും കേട്ടോ. ഇഞ്ചി വെച്ചിട്ടാണ് ചുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. മമ്മ കുറച്ച് ഇഞ്ചി കൊടുത്തയച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായ ഇഞ്ചി പിന്നെ ഇച്ചുമോൾക്ക് ചുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ട്. ഇച്ചുക്ക് ഇപ്പം ലാക്ടജൻ കൊടുക്കേണ്ടതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കഫക്കെട്ട് നന്നായിട്ടുള്ളത് കൊണ്ട് ലാക്ടജൻ തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട്. ലാക്ടജൻ തൽക്കാലമല്ല, മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരം പശുവിൻ്റെ പാല് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പശുവിൻ്റെ പാല് നന്നായിട്ട് കുറച്ച് ഹാഫായിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഈ ചുക്ക് പൊടിയും പിന്നെ ശർക്കര ഇട്ടിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പഞ്ചസാര മൊത്തത്തിൽ ഒഴിവാക്കി. ഇച്ചുക്ക് ഈ കഫത്തിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പം അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഇഞ്ചി കഷ്ണങ്ങൾ ഇത് ഇച്ചുക്ക് മാത്രം ചുക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളെ പെണങ്ങോട് ഉണ്ടായ നമ്മുടെ വീട്ടിലുണ്ടായ ഇഞ്ചി കഷ്ണങ്ങളാണ്. അപ്പോൾ നമ്മളിത് ഒന്ന് പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് ചെറിയതായിട്ടൊന്ന് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് പിന്നെ അതൊന്ന് ഉണക്കണം. അപ്പോൾ ഇപ്പം ഇവിടെ കുരങ്ങിൻ്റെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തിട്ടിട്ട് ഉണക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിന് പകരം നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ മേലൊരു പാത്രം വെച്ചിട്ട് അങ്ങനെ ഉണക്കിയെടുക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ തൊലി ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഉരിഞ്ഞുരിഞ്ഞ് പോരുന്നുണ്ട്. ഇങ്ങനെ തിരണ്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുണ്ടോ? ഫോക്കസ് ചെയ്യുമിന്നു, ഫോക്കസ് ചെയ്തെടുക്ക്. ഇതുണ്ടോ? ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ തൊലിക്കുമ്പോൾ തന്നെ ഈ തൊലി ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ജസ്റ്റ് തൊലിച്ച് പിന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒന്ന് ഉണക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഇച്ചുമോക്ക് പാലിലും അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നാച്ചുറൽ ആയിക്കോട്ടെ, കുറച്ച് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇഞ്ചി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഈ ഇഞ്ചി കഷ്ണങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. കാരണം നമ്മൾ ഇത് നനവോടെ ഇട്ട് കഴിഞ്ഞാൽ പൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എല്ലാം ഒന്ന് തുടച്ച് വെക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഇഞ്ചി കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സ്ലൈസായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. ഗ്രേറ്ററിൽ വെച്ചിട്ട് എനിക്ക് റെഡിയാവുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ചെറിയ രീതിയിൽ ഇതാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇത് മൊത്തം നമ്മൾ 2 പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അടുപ്പിൽ പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞ് അവസാനം പിന്നെ ചെറിയ ഫ്യൂം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഇതിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഉണക്കിയെടുക്കാനാണെങ്കിൽ കുരങ്ങിൻ്റെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് കുരങ്ങ് ഇതിൽ വന്നിരുന്നാലോ തൊട്ടാലോ ഒന്നും നമ്മൾ അറിയില്ല. അപ്പോൾ അതൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഉണക്കിയെടുക്കാനാണ് വിചാരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇച്ചുമോക്ക് പാലിൽ ചുക്കും പിന്നെ അതുപോലെ തന്നെ ശർക്കരയും ചേർത്തിട്ടാണ് ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി പ്യുവറായിട്ടുള്ള സാധനം ഇച്ചുക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോയപ്പം പിന്നെ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തൈര് യൂസ് ചെയ്യാൻ പറ്റില്ല. തൈര് നല്ല കഫം കൂട്ടുന്ന സാധനമാണ്. അതുപോലെ തന്നെ ചെറിയ പഴം ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ഫുഡ് ഐറ്റംസാണ് മെയിൻലി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇച്ചുക്ക് വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് നോർമൽ വെള്ളം കൊടുക്കുന്നതിന് പകരം പനിക്കൂർക്ക ഒരു 4-5 ലീവ്സ് പനിക്കൂർക്ക ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം ഫ്ലാസ്കിലാക്കിയിട്ട് സൂക്ഷിക്കും. എന്നിട്ട് അതാണ് ഇച്ചുമോക്ക് കുടിക്കാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് ഫോളോ ചെയ്തപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു 10 ദിവസം കഴിഞ്ഞ്, ഇപ്പോൾ ഇച്ചുവിനെ കാണിച്ചിട്ട് ഏകദേശം ഒരു 10 ദിവസം തന്നെയായി. അപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ നല്ല മാറ്റമുണ്ട്. ചെസ്റ്റൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതുവരെ ചെസ്റ്റൊക്കെ നല്ല കൺജസ്റ്റഡ് ആയിട്ട് ഇച്ചുക്ക് ചെറിയൊരു തണുപ്പ് വരുമ്പോഴത്തേക്കും ശരിക്കും നല്ല ചെസ്റ്റ് കൺജഷൻ വരും. അപ്പം പെട്ടെന്ന് അത് റിലീവ് ആവുകയും ചെയ്യും. അപ്പം
ഇപ്പോൾ മെഡിസിനും കുടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അരിഷ്ടങ്ങളും കുടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒക്കെ ഒരു പിന്നെ ഫുഡിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ തന്നെ അവളെ കഫത്തിനൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ചെസ്റ്റൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇനിയിപ്പം മെഡിസിൻസ് എന്തായാലും ഒരു 3 months നമ്മൾ കുടിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഒക്കെ കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്ന രൂപത്തിലാണ്. പക്ഷേ പിന്നെയും തണുപ്പ് കൂടുമ്പം പിന്നെയും ചെസ്റ്റ് കൺജഷൻ കൂടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എപ്പോഴും കുറേ കാലത്തേക്ക് ഇതിങ്ങനെ ഫോളോ ചെയ്ത് കൊണ്ടുവേണ്ടി വരും. പിന്നെ ഇച്ചുമോളെ കാണിച്ച ഡോക്ടറിൻ്റെ അടുത്ത് തന്നെയാണ് അബിൻ്റെ സൈറ്റ് വരുന്നത്. ഇതാണ് അബിൻ്റെ സൈറ്റ്. അപ്പോൾ അബിക്ക് അവിടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇച്ചുമോളും കുറേ നേരം കാറിലിരുന്നു. മടുത്തപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അതിലൂടെയൊക്കെ നടന്നു കേട്ടോ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. നമ്മുടെ വയനാട്ടിലെ ഏക ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് കേട്ടോ. നല്ല കിടിലൻ സ്ഥലമാണ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. അവിടെ എന്തായാലും എന്തൊക്കെയോ കളിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വെറുതെ കുറച്ച് നേരം സ്പെൻഡ് ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അബിക്ക് വർക്കും കാര്യങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഇച്ചുമോളും അവിടെ ഇങ്ങനെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കടന്നു പോയിട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും അമ്മമാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ കഫശല്യം മിക്കവാറും കുറേ കുഞ്ഞുങ്ങൾക്കുണ്ട്. അപ്പം അതൊക്കെ പോയി കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ഇത് ഫോളോ ചെയ്താൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അതുമാത്രമല്ല പിന്നെ മെഡിസിൻസും കുടിക്കണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഡോക്ടർ ഒരു ഡ്രോപ്സ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഹാലിൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് കുറേ കഫ ഇളകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇച്ചുമോളാണെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവല് ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മെഡിസിൻ കുടിക്കുമ്പോൾ നല്ല റിലീഫ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടറെ കണ്ടപ്പം നല്ലൊരു ഇതായി. കാരണം ഇച്ചുമോളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ബെറ്ററായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 20 days കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കില്ല കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ദെൻ ടേക്ക് കെയർ, ബൈ.